മാലിന്യമുക്ത നവകേരളം കർമ്മ പരിപാടിയുടെ ഭാഗമായി ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിൽ ഹാളിൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷനായി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി നസീമ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാംഗതൻ മാസ്റ്റർ, ജോസഫിന വർഗീസ്, കെ സി ജോസഫ്, ത്രേസ്യാമ്മ മാത്യു, കൗൺസിലർ കെ വി ഗീത, സെക്രട്ടറി ടി ആർ നാരായണൻ, അനീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ജംഷീർ, ആർ പി നാരായണൻ തുടങ്ങിയവർ നഗരസഭാതല ശില്പശാലയുടെ വിശദീകരണം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ പി മോഹനൻ നഗരസഭയുടെ നിലവിലുള്ള മാലിന്യ സംസ്കരണ സ്ഥിതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. കൗൺസിലർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മാലിന്യ സംസ്കരണ നവകേരളം നഗരസഭയിൽ എങ്ങനെയെന്നുള്ള ഗ്രൂപ്പ് ചർച്ച, അവതരണം, ക്രോഡീകരണം എന്നിവയും നടത്തി. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരുന്നു ശില്പശാല നടത്തിയത്. മാലിന്യമുക്ത പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. KSMB എഞ്ചിനീയർ ദീപക് കുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു. മാലിന്യമുക്ത നഗരം എന്നതാണ് ഈ ശില്പശാല കൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്ഥിരമായി വലിച്ചെറിയുന്ന സംവിധാനത്തിൽ നിന്ന് ഒരുപാട് മാറി. അവിടെ ഒന്നും ഇപ്പോൾ വലിച്ചെറിയുന്നേ ഇല്ല. ഒരുപാട് ശ്രീകണ്ഠാപുരം നഗരസഭ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, ഒരു സ്ഥലത്തും പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ വലിച്ചെറിഞ്ഞതായിട്ടുള്ള ഒരു സംഭവം ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും അത് നല്ലൊരു സംസ്കാരമാണ്. പക്ഷെ നമുക്കത് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു പോരാട്ടം അത് അതുപോലെ തന്നെ സജീവമായി നിലനിർത്തിയേ പറ്റൂ. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി.